السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين. أما بعد. ബഹുമാനം നിറഞ്ഞ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന വിഷയം മാതാപിതാക്കളാകുന്ന നമ്മൾ ഓരോരുത്തരും നേരിടുന്ന ഒരു പ്രശ്നമാണ്. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊരുപാട് മക്കളെ അവൻ്റെ നിഅമത്തായി നൽകിയിരിക്കുകയാണ്. ആ നൽകിയ മക്കൾ പലപ്പോഴും മാതാപിതാക്കളാകുന്ന നമ്മളെ അനുസരിക്കാതെ നടക്കുകയും പല വികൃതിയും പല അനുസരണക്കേടും കാണിക്കുന്നവരാണ്. അത് സാധാരണ കുട്ടികളുടെ ഒരു സ്വഭാവമാണ്. അതുപോലെ തന്നെ നമ്മൾ നേരിടുന്ന മറ്റൊരു പ്രശ്നമാണ് കുട്ടികൾ വലുതായി കൊണ്ടിരിക്കെ നിസ്കാരത്തിലും മറ്റും താല്പര്യം കാണിക്കാതെ അതിന് മടി കാണിക്കുന്ന ഒരു അവസ്ഥാവിശേഷം പലപ്പോഴും നമ്മൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ്. എന്നാൽ നിസ്കരിക്കാൻ വേണ്ടി നമ്മുടെ മക്കൾ കൃത്യമായി നിസ്കരിക്കാൻ മാതാപിതാക്കളാകുന്ന നമുക്ക് ചെയ്യാവുന്ന ചില കാര്യങ്ങൾ വളരെ ഈസിയായി ഒരു പ്രയാസവുമില്ലാതെ മക്കൾ തനിയെ നിസ്കരിച്ച് വരാൻ, വലുതാകുന്തോറും അവർ തനിയെ നിസ്കരിച്ച് വരാൻ പറ്റുന്ന നിലക്കുള്ള, അവരെ അതിന് സജ്ജരാക്കാൻ പറ്റിയ ഒരു 7 ടിപ്സുകൾ, 7 ഹിക്മത്തുകൾ ഇൻഷാ അല്ലാഹ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ വെക്കാൻ ആഗ്രഹിക്കുക. ഈ 7 കാര്യങ്ങൾ കൃത്യമായി നാം ചെയ്യുകയാണെങ്കിൽ, നമ്മളെ മക്കളെ നാം ശീലിപ്പിക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് കൃത്യമായി നമ്മുടെ മക്കൾ നിസ്കാരത്തിന് ആഗ്രഹം കാണിക്കുകയും നിസ്കാരത്തിൽ താല്പര്യം കാണിക്കുകയും കൃത്യമായി അതാത് സമയങ്ങളിൽ നമ്മുടെ മക്കൾ നിസ്കരിക്കാൻ അവർ തന്നെ മുന്നോട്ട് വരുന്ന ഒരു അവസരം, ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ തൗഫീക്ക് ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് ചിലപ്പോൾ ഈ 7 കാര്യങ്ങൾ പറയുമ്പോൾ നമ്മുടെ വീഡിയോ ഒരല്പം നീണ്ടു എന്ന് വന്നേക്കാം. എന്നാൽ നിങ്ങളെല്ലാവരും ഇൻഷാ അല്ലാഹ് വളരെ ഫലപ്രദമായ, ഉപകാരപ്പെടുന്ന, തീർച്ചയായും എല്ലാവർക്കും ഉപകരിക്കുന്ന ഒരു കാര്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളിത് മുഴുവനുമായി കേട്ട് ഇൻഷാ അല്ലാഹ് അത് കുട്ടികളിൽ അപ്ലൈ ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കണം. അല്ലാഹു തൗഫീക്ക് ചെയ്യട്ടെ. ആദ്യമായും കൊണ്ട് ഒന്നാമത്തെ കാര്യം പറയാനുള്ളത്, ഈ നിസ്കാരം എന്നുള്ളത് നമ്മുടെ മക്കൾ ചെറുപ്പം മുതൽ തന്നെ അവർ ശീലിച്ചു വരുന്ന, അല്ലെങ്കിൽ അവർ ചെയ്തു വരുന്ന കാര്യങ്ങളാകുന്ന പല്ല് തേക്കുക, മിസ്വാക്ക് ചെയ്യുക, അതുപോലെ തന്നെ കൃത്യം ഓരോ സമയത്ത് ഭക്ഷണം കഴിക്കുക, അതുപോലെ തന്നെ ആവശ്യം വരുമ്പോൾ മലമൂത്ര വിസർജനം ചെയ്യുക, അതുപോലെ തന്നെ കുളിക്കുക, വെള്ളം കുടിക്കുക, ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾ, അതുപോലെ ഭക്ഷണം കഴിക്കുക, ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾ നമ്മുടെ മക്കൾ അതാത് സമയത്ത് കൃത്യമായി എങ്ങനെയാണോ ചെയ്യാറ്, ഇതൊന്നും നമ്മുടെ മക്കൾ ഒഴിവാക്കാറില്ലല്ലോ. അത് ചെറുപ്പം മുതൽ തന്നെ നമ്മുടെ മക്കൾ ശീലമാക്കി വന്ന ഒരു കാര്യമായതുകൊണ്ട് അത് കൃത്യമായി അതാത് സമയങ്ങളിൽ അവർ ചെയ്യുന്നു. ചിലപ്പോൾ തുടക്കത്തിലൊക്കെ നമ്മുടെ മക്കളെ ഇത് നാം ശീലിപ്പിച്ച് കൊടുത്തു എന്ന് വന്നേക്കാം. പല്ല് തേക്കാൻ ചെറിയ ചെറിയ കുട്ടികളാവുമ്പോൾ ഉമ്മമാർ പല്ല് തേപ്പിച്ചു കൊടുക്കും, അതുപോലെ തന്നെ ഭക്ഷണം വായിലിട്ട് കൊടുക്കും, അതുപോലെ അവരെ കുളിപ്പിക്കും. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് പിന്നീട് അവർ സ്വയം ശീലമാക്കുകയും അവർ തന്നെ സ്വയം അവർ ചെയ്യുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഒരിക്കലും അതിലവർ മടി കാണിക്കുന്നില്ല, ഒരിക്കലും അതിലവർ ഒഴിവാക്കുന്നില്ല. എന്നാൽ ഇതേപോലെ നിത്യജീവിതത്തിലെ ഒരു ശീലമായി നിസ്കാരം നമ്മുടെ മക്കളെ നാം പഠിപ്പിക്കുകയാണെങ്കിൽ ചെറുപ്പം മുതൽ തന്നെ അതൊരു ഒഴിവാക്കാൻ പറ്റാത്ത, മിസ്വാക്ക് ചെയ്യുന്നത് പോലെ, ഭക്ഷണം കഴിക്കുന്നത് പോലെ, കുളിക്കുന്നത് പോലെയുള്ള ഒരു ശീലമായി ജീവിതത്തിൻ്റെ
ഒരു അവിഭാജ്യ ഘടകമായി മക്കളെ നാം ധരിപ്പിക്കുകയും മക്കളെ കൊണ്ട് നാം അത് ചെയ്യിപ്പിക്കുകയും അവരെ കൊണ്ട് ശീലമാക്കുകയും ചെയ്യുക. എന്നാൽ വളർന്നു വരുമ്പോൾ, വലുതായി വരുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ എങ്ങനെയാണോ അവർ മുടങ്ങാതെ ചെയ്യുന്നത്, അതുപോലെ നിസ്കാരത്തിനെയും അവരെന്താക്കും, മുടക്കാതെ ഒരു നിലക്കും അതിനെ ഒരു താമസം കൂടാതെ നമ്മുടെ മക്കൾ അതൊരു ശീലമായി കൊണ്ട് നടക്കും. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെപ്പോലെ തന്നെയുള്ള ഒരു ശീലമായി മക്കൾക്ക് നാം നിസ്കാരം പഠിപ്പിക്കുക. ഇതാണ് ഒന്നാമത്തെ കാര്യം. അതുപോലെ തന്നെ നമ്മളും എന്താക്കണം, സ്ഥിരമായി ഇത് ചെയ്യുകയും വേണം. നിസ്കാരം എന്നുള്ളത് കേവലം മക്കളോട് മാത്രം പഠിപ്പിക്കാതെ മാതാപിതാക്കളാകുന്ന നമ്മൾ കൃത്യമായി സമയാസമയം നിസ്കരിക്കുന്നത് നമ്മുടെ മക്കൾ കാണുകയും ചെയ്യണം. അങ്ങനെ കാണുമ്പോൾ നമ്മുടെ മക്കൾ അത് ശീലമാക്കി കൊണ്ടുവരും. വലുതാകുമ്പോൾ ഒരിക്കലും നിസ്കാരത്തിൽ നിന്ന് അവർ വിമുഖരാവുകയില്ല, അത് ഒഴിവാക്കുകയില്ല. അതുകൊണ്ട് അത് ശീലമാക്കി ചെയ്യുക, നമ്മളും കൃത്യമായി അത് അനുഷ്ഠിക്കുകയും ചെയ്യുക. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്നുള്ളത്, നമ്മുടെ മക്കൾക്ക് തമീസായത് മുതൽ തന്നെ, അതായത് വകതിരിവുണ്ടാകുന്നത് ഏകദേശം 7 വയസ്സാവുമ്പോഴാണ് നിസ്കാരം കൊണ്ട് കൽപ്പിക്കാൻ പരിശുദ്ധ ദീൻ നമ്മളോട് കൽപ്പിക്കുന്നത്. അപ്പോൾ ആ 7 വയസ്സ് മുതൽ തന്നെ മക്കൾക്ക് നാം നിസ്കാരം പ്രാവർത്തികമാക്കാൻ, നിസ്കരിക്കാൻ വേണ്ടി മക്കളെ പഠിപ്പിക്കുക. കൃത്യം 7 വയസ്സാവുമ്പോൾ, തമീസാവുമ്പോൾ തന്നെ അതൊരു ശീലമാക്കി കൊണ്ടുവരാൻ നമ്മൾ മക്കളോട് പഠിപ്പിക്കുക. ആദ്യം 5 വക്ത് നിസ്കാരവും അവരെ കൊണ്ട് നിസ്കരിപ്പിക്കാതെ, അല്ലെങ്കിൽ അതിനെ നിർബന്ധിപ്പിക്കാതെ ഓരോരോ വക്കത്ത് നിസ്കരിക്കാൻ അവരെ സജ്ജരാക്കുക. ആദ്യം ഓരോരോ വക്ത് നിസ്കരിപ്പിക്കുക. 5 വക്തും നീ നിസ്കരിക്കണമെന്ന് പറഞ്ഞ് അവരെ ബുദ്ധിമുട്ടിക്കാതെ ഓരോരോ വക്ത് ഇങ്ങനെ ശീലിപ്പിച്ചു കൊണ്ടുവരിക. അതുപോലെ തന്നെ ഓരോ വർഷം കഴിയുന്തോറും, കാരണം 7 വയസ്സാവുമ്പോഴാണല്ലോ നിസ്കാരം പഠിപ്പിക്കേണ്ടത്. 10 വയസ്സാവുമ്പോൾ പോലും നിസ്കാരം നിർബന്ധമാകുന്നില്ല. അത് ആ 10 വയസ്സാവുമ്പോൾ നിസ്കരിച്ചില്ലെങ്കിൽ ചെറിയ അടിയൊക്കെ അടിക്കണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് 7 വയസ്സാവുമ്പോൾ തന്നെ നിസ്കാരം ഇങ്ങനെ പതിയെ പഠിപ്പിച്ച് തുടങ്ങുക. ഓരോ വക്ത് അവരെ കൊണ്ട് നിസ്കരിപ്പിച്ച് കുറച്ച് കഴിയുമ്പോൾ 2 വക്ത് കൊടുക്കുക. പിന്നെ കുറച്ച് കഴിയുമ്പോൾ 3 വക്ത് നിസ്കരിക്കാൻ പഠിപ്പിക്കുക. അതുപോലെ തന്നെ നമുക്ക് ചെയ്യാവുന്ന മറ്റൊരു കാര്യമാണ്, ഓരോ ബർത്ത്ഡേ, നമ്മുടെ മക്കളുടെ ജന്മദിനം വരുമ്പോൾ അവർക്ക് ഗിഫ്റ്റായി ഓരോ നിസ്കരിക്കാൻ വേണ്ടി അവരെ പഠിപ്പിക്കുക. അല്ലെങ്കിൽ ഓരോ വർഷം പിന്നിടും തോറും അവർക്ക് ഗിഫ്റ്റ് എന്ന നിലക്ക് നിസ്കാരം ഒരു വക്ത് കൂട്ടിക്കൊടുക്കുക. ആദ്യത്തെ വർഷം ളുഹർ നിസ്കരിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് അവരിങ്ങനെ കൃത്യമായി നിസ്കരിക്കുന്നുണ്ടെങ്കിൽ, രണ്ടാമത്തെ വർഷമാവുമ്പോൾ അസുർ നിസ്കരിക്കാൻ വേണ്ടി അവരെ ശീലിപ്പിക്കുകയും പഠിപ്പിക്കുകയും അതിന് അവരെ മനസ്സുകൊണ്ട് സജ്ജരാക്കുകയും ചെയ്യുക. 3-ാമത്തെ വർഷമാവുമ്പോൾ മഗ്രിബ്, 4-ാമത്തെ വർഷമാകുമ്പോൾ ഇഷ. ഇങ്ങനെ ഓരോ വർഷം പിന്നിടുന്തോറും അവരുടെ ബർത്ത്ഡേക്ക് നാം പല നിലക്കുള്ള ഗിഫ്റ്റുകൾ കൊടുക്കുന്നത് പോലെ നിസ്കാരവും ഒരു ഗിഫ്റ്റ് എന്ന നിലക്ക് അവർക്ക് സമ്മാനിക്കുകയും അത് നിസ്കരിക്കാൻ വേണ്ടി അവരെ ഇൻട്രസ്റ്റ് ഉള്ളവരാക്കുകയും മാനസികമായി സജ്ജരാക്കുകയും അതിന് വേണ്ട മഹത്വങ്ങളൊക്കെ അവർക്ക് പഠിപ്പിച്ചു കൊടുത്ത് ഇങ്ങനെ അവരെ വളർത്തിക്കൊണ്ടുവരിക. അങ്ങനെ ഓരോ സമയം പിന്നിടുമ്പോഴും ഓരോ വക്ത് നിസ്കരിച്ച് അവർ ശീലമാക്കി കൊണ്ടുവരും. അങ്ങനെ ഏകദേശം അവർക്ക് പ്രായപൂർത്തിയാകുന്ന സമയത്ത് കൃത്യമായി 5 വക്ത് നിസ്കരിക്കുന്നവരായി അവർ മാറാൻ സാധിക്കും. അതുപോലെ തന്നെ 3-ാമത്തെ ടിപ്സ് എന്നുള്ളത്, അവ്വലുൽ വക്തിൽ തന്നെ, നിസ്കാരത്തിൻ്റെ സമയമായ ഉടനെ, പള്ളിയിൽ നിന്ന് ബാങ്ക് കേട്ട ഉടനെ തന്നെ വുളു എടുത്ത് വസ്ത്രങ്ങളൊക്കെ ധരിച്ച് നിസ്കരിക്കാൻ വേണ്ടി അവരെ തയ്യാറെടുപ്പിക്കുക. അപ്പോൾ അവ്വലുൽ വക്തിൽ തന്നെ, ചെറുപ്രായം മുതൽ തന്നെ, ചെറിയ പ്രായത്തിൽ തന്നെ ആദ്യ വക്തിൽ, നിസ്കാരത്തിൻ്റെ ആദ്യത്തെ സമയത്തിൽ തന്നെ നിസ്കരിക്കാൻ വേണ്ടി അവരെ നാം ഒരുക്കിയാൽ, അല്ലെങ്കിൽ അതിനെ ശീലമാക്കി കൊടുത്താൽ, വലുതാകുമ്പോൾ അവ്വലുൽ വക്തിൽ തന്നെ അവർ നിസ്കരിക്കാൻ തയ്യാറാകും. അപ്പോൾ ആദ്യമൊക്കെ ചെറിയ കുട്ടികളാവുമ്പോൾ അവർ മണ്ണിലും മറ്റും കളിക്കുന്നവരായിരിക്കും. കളിക്കുന്ന സമയത്ത് ബാങ്കാവുമ്പോൾ ഉടനെ കുട്ടിയെ വിളിച്ച് കുട്ടിയോട് ഉപദേശിക്കുക, നിസ്കാരത്തിന് സമയമായി മോനെ, നീ പോയി നിസ്കരിക്കുക. അപ്പോൾ ആ കുട്ടി പറയും, എനിക്കിപ്പോൾ കുളിക്കണം, എൻ്റെ ശരീരത്തിൽ വസ്ത്രത്തിൽ മണ്ണുണ്ട്, ചെളിയുണ്ട്. അപ്പോൾ ഈ മണ്ണും ചെളി എന്നുള്ളത് സാധാരണ കളിക്കുന്ന കുട്ടികളാവുമ്പോൾ സ്വാഭാവികമായി അവരുടെ ശരീരത്തിലും വസ്ത്രത്തിലൊക്കെ ചെളിയുണ്ടാകും. പക്ഷേ ഈ ചെളി എന്നുള്ള നിസ്കാരത്തിൻ്റെ സിഹത്തിനെ തടയുന്നതല്ല. കാരണം ചെളി എന്നുള്ളത് നജസ്സല്ല, മണ്ണ് എന്നുള്ളത് നജസ്സല്ല.
അപ്പോൾ കുട്ടി അങ്ങനെ പറയുമ്പോൾ കുട്ടിയോട് നമ്മൾ പറയുക, ചെളിയല്ലേ മണ്ണല്ലേ അത് പ്രശ്നമില്ല, അതുകൊണ്ട് നിസ്കാരത്തിന് കുഴപ്പമില്ല, അതുകൊണ്ട് നീ പോയി ഉളുവെടുത്ത് നിസ്കരിക്കൂ മോനെ എന്ന് ആ കുട്ടിയെ ഉപദേശിക്കുക. നജിസ് പോലെയുള്ളതുണ്ടെങ്കിൽ അത് പിന്നെ കഴുകി ശുദ്ധീകരിക്കാനും അവരോട് പഠിപ്പിക്കുക. അല്ലാതെ കുളിച്ച് തന്നെ നിസ്കരിക്കണം എന്ന് അവരോട് വാശി പിടിക്കാൻ പാടില്ല. കാരണം ചെളി മണ്ണൊന്നും നിസ്കാരത്തിന് തടസ്സമല്ല. അപ്പോൾ ഇങ്ങനെ ചെറുപ്രായത്തിൽ തന്നെ അവ്വലുൽ വക്തിൽ കുട്ടികളോട് നിസ്കരിക്കാൻ കൽപ്പിക്കുക. നാലാമത്തെ കാര്യം എന്നുള്ളത് വളരെ സിമ്പിളായി നിസ്കാരം അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക. നിസ്കാരം ഇപ്പോൾ നമ്മൾ വലിയവർ നിസ്കരിക്കുന്ന പോലെ വലിയ വലിയ സൂറത്തുകളും അതുപോലെ വജ്ജഹത്തു അതുപോലെ റുക്കൂഇ സുജൂദിലുള്ള ദിക്റുകളും മറ്റൊക്കെ പഠിപ്പിച്ചും കൊണ്ട് അല്ലെങ്കിൽ അത് പറഞ്ഞ് അത് ചെയ്ത് നിസ്കരിക്കണമെന്നവരെ നിർബന്ധം പിടിക്കാതെ വളരെ ഈസിയായി വളരെ ചുരുങ്ങിയ നിലക്ക് ലൈറ്റായി മക്കൾക്കൊരിക്കലും അത് ഭാരമാവാത്ത നിലക്ക് അവരെ നിസ്കരിക്കാൻ വേണ്ടി നമ്മൾ പഠിപ്പിക്കുക. ആദ്യം ചെറിയ ചെറിയ സൂറത്തുകൾ, വലിയ സൂറത്തുകളൊന്നും അവരോട് നിർബന്ധിപ്പിക്കാതെ ചെറിയ സൂറത്ത്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലക്ക്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, അതുപോലെ നിർബന്ധമായ ഫാത്തിഹ ഇതൊക്കെ പഠിപ്പിച്ചു കൊടുത്ത് അത് ഓതി നിസ്കരിക്കാൻ പഠിപ്പിക്കുക. അപ്പോൾ ആദ്യമായി സൂറത്തുൽ ഫാത്തിഹ നിർബന്ധമാണല്ലോ, അത് പഠിപ്പിച്ചു കൊടുക്കുക. അതുപോലെ അത്തഹിയാത്ത് നിർബന്ധമായ കാര്യങ്ങൾ, അത്തഹിയാത്ത് ഇങ്ങനെ തുടങ്ങിയ സ്വലാത്ത് ഇങ്ങനെ തുടങ്ങിയ നിസ്കാരത്തിൽ ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഫർളായ കാര്യങ്ങളെ കൊണ്ട് അത് പഠിപ്പിച്ചു കൊടുത്ത് അത് കൊണ്ട് നിസ്കരിക്കാൻ മക്കളോട് കൽപ്പിക്കുക. അല്ലാതെ തുടക്കത്തിൽ തന്നെ വജ്ജഹത്തും അതുപോലെ തന്നെ ദുആയും ദിക്റും ഒക്കെ പഠിപ്പിച്ച് അതൊക്കെ ചെയ്തുകൊണ്ട് നിസ്കരിക്കണമെന്ന് അവരെ നിർബന്ധം പിടിക്കാതെ വെറും ഫർളായ കാര്യങ്ങളെ കൊണ്ട് നിർബന്ധമായ കാര്യങ്ങളെ കൊണ്ട് നിസ്കരിക്കാൻ വേണ്ടി മക്കളെ പ്രോത്സാഹിപ്പിക്കുക. അതുപോലെ അപ്പോൾ അങ്ങനെയാവുമ്പോൾ മക്കൾക്ക് നിസ്കാരം വളരെ ഈസിയാണ്, പെട്ടെന്ന് നിസ്കരിച്ച് തീർക്കാൻ സാധിക്കും, വളരെ ലളിതമാണ് എന്ന് മക്കളത് ഭാവിക്കുകയും മനസ്സിലാക്കുകയും അത് നിസ്കരിക്കാൻ വേണ്ടി അവർ താല്പര്യം കാണിക്കുകയും ചെയ്യും. അല്ലാതെ എല്ലാ സുന്നത്തുകളും എല്ലാ ഫർളുകളും എല്ലാ കാര്യങ്ങളും ചെയ്ത് നിസ്കരിക്കാൻ വേണ്ടി അവരോട് പഠിപ്പിക്കുമ്പോൾ പലപ്പോഴും മക്കൾക്കത് ഭാരമാവുകയും അതൊരു പ്രയാസമായി തോന്നുകയും അതിൽ നിന്ന് അവർ വിമുഖരാകാൻ അത് സാധ്യത ഉണ്ടാക്കുകയും ചെയ്യും. അതുകൊണ്ട് അതൊക്കെ ഒഴിവാക്കി ആദ്യം ചെറിയ നിലക്ക് പഠിപ്പിച്ചു കൊടുക്കുക. അഞ്ചാമത്തെ കാര്യം, ഫർള് നിസ്കാരത്തിന് പുറമെ 5 വക്ത് ഫർള് നിസ്കാരത്തിന് പുറമെ സുന്നത്ത് നിസ്കാരവും ചെറുപ്രായത്തിൽ തന്നെ മക്കൾക്ക് ശീലിപ്പിച്ചു കൊടുക്കുക. ചെറുപ്രായത്തിൽ തന്നെ മക്കൾക്ക് സുന്നത്ത് നിസ്കാരങ്ങളോട് ഒരു ഇൻട്രസ്റ്റും ആഗ്രഹവും ഉളവാക്കി കൊടുക്കുക. അതെങ്ങനെ? ചെറിയ മക്കളാകുമ്പോൾ അവരുടെ ജീവിതത്തിൽ അവർക്ക് പല നിലക്കുള്ള കാര്യങ്ങളും അവർക്ക് ആവശ്യമായി വരും. പല ഗിഫ്റ്റുകളും പല ടോയ്സുകളും പല ആഗ്രഹങ്ങളും അവർക്കൊക്കെ ഉണ്ടാകും. ആ സമയത്തൊക്കെ അത് കിട്ടുമ്പോൾ അള്ളാഹുവിന് ശുക്റായി അള്ളാഹുവിന് നന്ദിയായി ഒരു 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാൻ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക. അതുപോലെ എന്തെങ്കിലും ഒരു ആവശ്യം അവർക്കുണ്ടാകുമ്പോൾ, ഉദാഹരണത്തിന് എനിക്കൊരു ഡ്രസ്സ് കിട്ടണം, എനിക്കൊരു ഡ്രസ്സ് വേണം എന്ന് പറയുമ്പോൾ നമ്മൾ അവരോട് പറയുക, മോനെ അള്ളാഹുവിന് വേണ്ടി നീ ഒരു ഹാജത്തിൻ്റെ സുന്നത്ത് നിസ്കാരം എന്ന നിലക്ക് നിയത്ത് ചെയ്ത് നിസ്കരിച്ചോ, ഇൻഷാ അള്ളാഹ് അത് നിസ്കരിച്ച് കഴിഞ്ഞാൽ അള്ളാഹു തആല നിനക്കത് തരും എന്ന് അവരോട് മനസ്സിലാക്കി കൊടുത്ത് അവരെ ഉപദേശിച്ച് അങ്ങനെ അവരോട് നിസ്കരിക്കാൻ പഠിപ്പിക്കുക. എന്നിട്ട് അവർ ഉദ്ദേശിച്ച കാര്യങ്ങൾ എടുത്തു കൊടുക്കുമ്പോൾ അവരുടെ മനസ്സിൽ തോന്നും, ഞാൻ നിസ്കരിച്ചതിന് വേണ്ടി അള്ളാഹുവിൻ്റെ നിസ്കാരം സ്വീകരിച്ചു, എൻ്റെ ദുആ കബൂൽ ചെയ്ത് എനിക്ക് കിട്ടിയ ഗിഫ്റ്റാണെന്ന് അവർ മനസ്സിലാക്കും. അതുപോലെ ഗിഫ്റ്റ് കിട്ടിയ ഉടനെ എന്തെങ്കിലും ഒരു ശുക്റിൻ്റെ സുജൂദ് പോലെയുള്ളവ അത് ചെയ്യാൻ മക്കളെ പ്രാപ്തരാക്കുക. ചെറുപ്രായം മുതൽ തന്നെ അത് പഠിപ്പിച്ചു കൊടുക്കുക. അപ്പോൾ അങ്ങനെ വലുതായി വരുമ്പോൾ ഈ നിസ്കാരം കൊണ്ട് നമുക്ക് ഭൗതികമായും ദുനിയാവിൽ തന്നെ നേട്ടമുണ്ടാകുന്നു എന്നവർ മനസ്സിലാക്കുകയും അത് ജീവിതത്തിൽ അവർ പ്രാവർത്തികമാക്കുകയും ചെയ്യും. അതുപോലെ തന്നെ 6ാമത്തെ കാര്യം, ജമാഅത്തായി നിസ്കരിക്കാൻ മക്കളോട് പഠിപ്പിക്കുക. മാതാപിതാക്കളാകുന്ന നമ്മൾ വീട്ടിലുണ്ടാവുമ്പോൾ, പ്രത്യേകിച്ച് ഉമ്മമാരാവുമ്പോഴൊക്കെ പെൺകുട്ടികളെ ജമാഅത്തായി ഉമ്മ തൻ്റെ കൂടെ നിസ്കരിപ്പിക്കുക. ഉമ്മ നിസ്കരിക്കുന്ന സമയത്ത് മോളെയും കൂട്ടി നിസ്കരിക്കുക. അല്ലെങ്കിൽ വാപ്പ നിസ്കരിക്കുമ്പോൾ വാപ്പ ജമാഅത്തായി മോനെയും കൂട്ടി അല്ലെങ്കിൽ മോളെയും കൂട്ടി നിസ്കരിക്കുക. അതുപോലെ വാപ്പ പള്ളിയിലേക്ക് പോകുന്ന സമയത്ത് ചെറിയ മക്കളാണെങ്കിൽ അവരെയും കൂടെ പള്ളിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ജമാഅത്തിൽ പങ്കെടുപ്പിക്കുക. അപ്പോൾ ചെറുപ്രായത്തിൽ തന്നെ ഇത് ശീലിച്ചു വന്നാൽ വലുതാകുമ്പോൾ മക്കൾ അതിൽ അത് പ്രാവർത്തികമാക്കുകയും മക്കളതിൽ വലുതാകുമ്പോൾ അതുപോലെ അവർ ചെയ്യുകയും
ചെയ്യും. ഇതാണ് 6ാമത്തെ കാര്യം. 7ാമത്തെ കാര്യം പറയുന്നുണ്ടെങ്കിൽ നമ്മൾ മക്കളോട് പറയുക, ഒരാഴ്ച നീ കൃത്യമായി ഖളാ ആവാതെ നിസ്കരിച്ചാൽ നിനക്ക് ഞാനൊരു ഗിഫ്റ്റ് തരാം, നിനക്ക് ഇഷ്ടമുള്ളൊരു കാര്യം ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞ് അവരെ അതിനു വേണ്ടി ആകൃഷ്ടരാക്കുകയും അങ്ങനെ കൃത്യമായി ഈ ഗിഫ്റ്റ് എനിക്ക് ഞാൻ നിസ്കാരം ഖളാ ആക്കാതെ നിസ്കരിച്ചാൽ എനിക്ക് എന്തെങ്കിലും പ്രൈസ് അല്ലെങ്കിൽ ഗിഫ്റ്റ് കിട്ടുമെന്ന് മക്കൾ മനസ്സിലാക്കി കൃത്യമായി ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മാസക്കാലം അവർ മുടങ്ങാതെ നിസ്കരിക്കാൻ ശ്രമിക്കും. അങ്ങനെ അവർ കൃത്യമായി പറഞ്ഞ ആ സമയം വരെ നിസ്കാരം ഖളാ ആക്കാതെ മുടങ്ങാതെ നിസ്കരിച്ചാൽ അതിൻ്റെ പേരിൽ അവർക്ക് എന്തെങ്കിലും ചെറിയ ചെറിയ ഗിഫ്റ്റുകൾ കൊടുക്കുക. അവരുടെ പഠനത്തിന് ആവശ്യമായ പെന്നോ പെൻസിലോ അതുപോലെയുള്ള അവർക്കിഷ്ടമുള്ള ടോയ്സുകൾ വാങ്ങിക്കൊടുക്കുക. ഇതൊക്കെ കൊടുക്കുമ്പോൾ, ഇങ്ങനെ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ മക്കൾക്ക് അതിൽ വല്ലാത്ത സന്തോഷമുണ്ടാവുകയും താൻ നിസ്കാരം മുടക്കാതെ നിസ്കരിച്ചതിൻ്റെ പേരിലാണ് എനിക്കിത് കിട്ടിയത് എന്നൊരു തോന്നൽ അവരിൽ ഉണ്ടാവുകയും പിന്നെ അങ്ങോട്ട് മുടങ്ങാതെ നിസ്കാരം ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും ഒരിക്കലും നിസ്കാരം ഉപേക്ഷിക്കാതെ നിർവഹിക്കാൻ മക്കൾ സജ്ജരാവുകയും ചെയ്യും. അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങളെ കൊണ്ട് നമുക്ക് നമ്മുടെ മക്കളെ കൃത്യമായി നിസ്കരിപ്പിക്കുന്നവരാക്കാൻ സാധിക്കും. ഇൻഷാ അള്ളാഹ് ഈ വീഡിയോ എല്ലാവരും അവസാനം വരെ കേട്ട് മനസ്സിലാക്കുകയും ഇൻഷാ അള്ളാഹ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായം പറയുകയും മാത്രമല്ല നിങ്ങളുടെ കൂട്ടുകാർ കുടുംബക്കാർക്ക് ഇത് ഷെയർ ചെയ്യുകയും ചെയ്യാമെന്ന് പറഞ്ഞ് അല്ലാഹു തആല നമ്മുടെ മക്കളെ നല്ല മക്കളായി വളർത്തട്ടെ. ആഖിറത്തിലും ദുനിയാവിലും നമുക്ക് ഫലപ്രദമായ സന്താനങ്ങളായി അള്ളാഹു മാറ്റിത്തരുമാറാവട്ടെ. ഭാര്യ മക്കളിൽ അള്ളാഹു നമുക്ക് കൺകുളിർമ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ച് നിർത്തുന്നു. ഇൻഷാ അള്ളാഹ് ഇനി മറ്റൊരു വീഡിയോവുമായി മറ്റൊരു നല്ലൊരു കാര്യവുമായി നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.